പ്രഭാത വാർത്തകളിൽ നമ്മൾ ആദ്യം പോകുന്നത് ഷിരൂരിലേക്കാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കുന്നതിനൊപ്പം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയും തെരച്ചിലിനിറങ്ങും. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക? ഇന്ന് ഈശ്വർ മാൽപയ്ക്കൊപ്പം മറ്റ് ഡൈവർമാർ കൂടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഏത് തരത്തിലാണ് ഇന്നത്തെ ഒരു ദൗത്യം ക്രമീകരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്നലെ പൂർണ്ണതോതിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. അതിൽ ഈ വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ പുഴയുടെ അടിത്തട്ടിൽ കൂടുതൽ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കാത്ത പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഈശ്വർ മാൽപ്പെ ചില ലോറിയുടെ സൂചനകളൊക്കെ കണ്ടെത്തിയെ തുടർന്ന് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പൂർണ്ണമായും തെരച്ചിലും പരിശോധനയൊക്കെ നടന്നത്. പക്ഷേ ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അർജുന്റെ കുടുംബം ഉൾപ്പെടെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക, അതാണ് അവരുടെ പ്രതീക്ഷ. കാരണം നേരത്തെ തന്നെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അവിടെ നിന്നാണ് ഈ അർജുൻ്റെ ലോറിയുടെ ലിവർ ജാക്കും അതോടൊപ്പം തന്നെ ഈ കയറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ പുഴക്കടിത്തട്ടിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന പ്രതീക്ഷയിലാണ് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ടാണ് അവർ ആ ആവശ്യം ഉന്നയിച്ചത്. അത് കൂടുതൽ വേഗത്തിലാക്കണം, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കൂടുതൽ വേഗത്തിലാക്കണം, മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ അതിൽ കൂടുതൽ വേഗത ഉണ്ടാകണം എന്നൊരു ആവശ്യം അവർ എന്തായാലും ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും അദ്ദേഹവും ഇന്ന് തെരച്ചിൽ തുടരും. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ ഡൈവർമാർ ഉണ്ടാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാവികസേനയും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തി ആ സ്ഥിതിഗതികൾ വിലയിരുത്തും. പക്ഷേ നാവികസേന അവരുടെ തെരച്ചിൽ നടപടിയിലേക്ക് എന്തായാലും കടക്കില്ല. പ്രധാനമായും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. ക്രിസ്റ്റീന, ശരി. ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഡെൽവെയറിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി 40 ദശലക്ഷം വാക്സിൻ ഡോസുകളും റേഡിയോ തെറാപ്പി ചികിത്സയും ഉൾപ്പെടെ നൽകുമെന്ന് ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ എന്നീ രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടി പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ബൈഡൻ മോദി കൂടിക്കാഴ്ച അത് വളരെ വിജയകരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ എക്സിലുള്ള പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് പ്രാദേശികമായും അതേസമയം ആഗോളമായുമുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. ക്വാഡ് ഉച്ചകോടി തുടരുകയാണ്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച എന്തായാലും മോദി വരുന്നുണ്ട്, ഞാൻ മോദിയെ കാണും, അതേസമയം തന്നെ വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യ ഡിസ്റപ്ഷൻ കൊണ്ടുവരുന്നു എന്നൊരു വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രംപുമായൊരു കൂടിക്കാഴ്ച കൂടി പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള വാർത്തകൾ വന്നെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10 മണിയോടുകൂടിയാണ് ഫിലഡൽഫിയ വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് ഇന്ത്യൻ സമൂഹം ഒരു ഊഷ്മളമായ സ്വീകരണം നൽകുകയും പിന്നീട് ജോ ബൈഡന്റെ ജന്മഗൃഹമായ ഡെൽവെയറിലെ വിൽമിംഗ്ടണിലെ ഭവനത്തിലേക്ക് പോവുകയും ഇരു നേതാക്കളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ജപ്പാന്റെയും അതുപോലെ ഓസ്ട്രേലിയയുടെയും പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. ഈ നേതാക്കളെല്ലാം തന്നെയും ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവ് നടത്തുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളെയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജോ ബൈഡന്റെ തന്നെ ഒരു അഭിമാന പദ്ധതിയായ ക്യാൻസർ മൂൺഷോട്ടിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഈ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ ഉള്ള ക്യാൻസറിന്റെ പല ചികിത്സാ രീതികളും ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഇന്ത്യ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ഈ മേഖലയിലെ പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ മറ്റ് സേവനങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണെന്നും പറഞ്ഞു.
കോഡ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നു. ജോ ബൈഡന്റെ ഭരണം അവസാനിക്കുമ്പോൾ ഈ കോഡ് സംവിധാനം തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ജോ ബൈഡനും നരേന്ദ്രമോദിയും ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നാലാമത്തെയും ഈ ജോ ബൈഡൻ ഭരണകാലത്തെ അവസാനത്തെയുമായ ഉച്ചകോടിയാണ് നടക്കുന്നത്. ഇവിടെ ഒരു നാവിക രംഗത്തെ ഒരു കരാർ 4 രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകളാണ് 4 രാജ്യങ്ങളും തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളാണ് ഈ 4 രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് നാളെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന ഒരു വലിയ സ്വീകരണത്തിലായിരിക്കും പങ്കെടുക്കുക. തുടർന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ 23-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്ന് പിണറായി വിജയൻ PV അൻവർ വാർത്താ സമ്മേളന പോര്. PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം. അൻവറിനെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതും എതിർപ്പ് പരസ്യമാക്കാൻ ഉറച്ചുതന്നെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ തന്റെ പോരാട്ടം അവസാനിക്കില്ലെന്ന വ്യക്തമായ സൂചനയായിരുന്നു പിന്നാലെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്ന ശക്തി കുറഞ്ഞ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചതെങ്കിലും വരും ദിവസങ്ങളിൽ നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ തിരിയാനുള്ള സാധ്യതയുമേറെ. മുഖ്യമന്ത്രി കൈവിട്ടെങ്കിലും PV അൻവറിനെ CPIM കൈവിടുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരാഴ്ചയ്ക്കകം നൽകാൻ നിർദ്ദേശിച്ചിരുന്ന റിപ്പോർട്ടാണ് 5 മാസത്തിന് ശേഷം കൈമാറിയത്. റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്ന് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പിന്നാലെ വൈകിട്ടാണ് 600 പേജുള്ള റിപ്പോർട്ട് സീൽഡ് കവറിൽ മെസഞ്ചർ വഴി DGPക്ക് കൈമാറിയത്. DGP ഓഫീസിലില്ലാത്തതിനാൽ ഇന്ന് റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വീകരിച്ച തുടർ നടപടികൾ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 3-ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഇന്നലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ അടങ്ങുന്നതാകും റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായി കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെ സമീപിച്ചെങ്കിലും പലരും കേസുമായി മുന്നോട്ടു പോകാനില്ലെന്നാണ് സംഘത്തെ അറിയിച്ചത്. റിപ്പോർട്ടിലെ അവ്യക്തത മൂലം ചിലരെ ഇതുവരെ ബന്ധപ്പെടാനായിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ കൂടുതൽ കൃത്യത വരുത്തും. വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും സ്വകാര്യത ഉറപ്പിച്ചാണ് മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം നാളെ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 8 മണി മുതൽ കലൂരിലുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലാകും ആദ്യം പൊതുദർശനം നടക്കുക. തുടർന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണി വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മരണശേഷം മൃതദേഹം വിട്ടു നൽകണമെന്ന MM ലോറൻസിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം കൈമാറുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇന്ന് കൊച്ചിയിലെ വീട്ടിലെത്തിയേക്കും. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അപകടത്തിന് ശേഷം പ്രതികൾ വാഹനവുമായി രക്ഷപ്പെട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയുന്നതിനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ. 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള ചോദ്യം ചെയ്യലിൽ അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും ലഹരി ഉപയോഗം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിക്കുന്നുണ്ടെങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. കടയിൽ കയറി സ്ത്രീകളെയും കുട്ടിയെയും ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളനാട് വില്ലേജ് ഓഫീസ് പരിസരത്തെ തട്ടുകടയിലെത്തി 2 സ്ത്രീകളെയും കുട്ടിയെയും ആക്രമിച്ചെന്ന പരാതിയിൽ ഇന്നലെ വൈകിട്ടാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ ദുർബല വകുപ്പുകൾ ചുമത്തിയതിനാലാണ് ശശിക്ക് ജാമ്യം കിട്ടിയതെന്ന് പരാതിക്കാർ ആരോപിച്ചു. 11 ദിവസം വ്രതമെടുത്ത് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്താൻ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. മൃഗക്കൊഴുപ്പ് കലർന്ന പ്രസാദം കഴിച്ചതിന്റെ പ്രായശ്ചിത്തമായാണ് വ്രതമെടുക്കലെന്ന് പവൻ കല്യാൺ എക്സിൽ കുറിച്ചു. ക്ഷേത്രത്തിലെ പരിഹാരക്രിയകൾക്കായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുമല ക്ഷേത്രത്തിലെ ധർമ്മ പ്രചാര പരിഷത്തിനെ സമീപിച്ചേക്കും. ശുദ്ധികലശം ഉൾപ്പെടെ നടത്താനാണ് സർക്കാർ നീക്കം. വിവാദത്തെ ജനങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കണമെന്ന് നടൻ പ്രകാശ് രാജ് പ്രതികരിച്ചു. ലഡു വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ TDP, BJP നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുടയിൽ 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈകൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം. രാവിലെ 6 മണി മുതൽ മെഗാ കൈകൊട്ടിക്കളിയോടെ ആരംഭിച്ച പ്രകടനം രാത്രി 12 മണി വരെ നീണ്ടു. ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് പുരാവൃത്തം എന്ന പേരിൽ മഹാസംഗമം നടന്നത്. ഒട്ടേറെ കലാകാരികളുടെ മണിക്കൂറുകൾ നീണ്ട പ്രകടനം അതുതന്നെയാണ് പുരാവൃത്തം എന്ന ഈ മഹാസംഗമത്തെ വ്യത്യസ്തമാക്കുന്നത്. രാത്രി 12 മണിവരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടന്നത്. പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുരാവൃത്തം സംഘടിപ്പിച്ചത്. മെഗാ കൈകൊട്ടിക്കളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെട്ടത്. പൊതുവേദിയിലേക്ക് അരങ്ങിലേക്ക് ആദരിക്കുകയും സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്ത ഒരുപാട് മഹതികൾ ഇരിങ്ങാലക്കുടയുടെ പോയകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. അമ്മുക്കുട്ടി ടീച്ചർ പഠിപ്പിച്ച ശിഷ്യനാണ് ഞാനും. ആ ഒരു കാലത്തേക്ക് എൻ്റെ മനസ്സ് ഇപ്പോൾ വളരെ ഗൃഹാന്തരത്തോടു കൂടി പോവുകയാണ്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് ഈ മഹാസംഗമത്തിൽ പങ്കുചേർന്നു. 24 തൃശൂർ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് രണ്ടാം മത്സരം. രാത്രി 7:30 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഇന്നും നായകൻ അഡ്രിയാൻ ലൂണ കളിക്കില്ല. തുടക്കം പാളിയെങ്കിലും കൊച്ചിയിൽ നിന്ന് തന്നെ സീസണിലെ ആദ്യ പോയിന്റ് നേടാമെന്ന പ്രതീക്ഷയിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാന നിമിഷങ്ങളിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ 1-നെതിരെ 2 ഗോളിനായിരുന്നു ആദ്യ കളിയിലെ കൊമ്പന്മാരുടെ തോൽവി. മധ്യനിരയിൽ നായകൻ അഡ്രിയാൻ ലൂണയുടെ അഭാവവും പ്രതിരോധത്തിലെ പിഴവുകളും പഞ്ചാബിനെതിരായ തോൽവിക്ക് കാരണമായി. പനിമൂലം അഡ്രിയാൻ ലൂണയ്ക്ക് ഇന്നും കളിക്കാനാവില്ലെങ്കിലും രണ്ടും കൽപ്പിച്ചുറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പുതിയ സ്ട്രൈക്കർ ജെസ്യൂസ് ഹിമനേസ് ആദ്യ മത്സരത്തിലെ ഗോളടിച്ചത് പോസിറ്റീവാണ്. ക്വാമി പെപ്രയ്ക്ക് പകരം ജെസ്യൂസ് ഇന്ന് ആദ്യ 11-ൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിനി ബ്ലാസ്റ്റേഴ്സാണ് ഈസ്റ്റ് ബംഗാൾ. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ ദിമിത്രിയോസ് ഡിയാമൻഡക്കോസ്, മധ്യനിരയുടെ നട്ടലായിരുന്ന ജിക്സൺ സിംഗ്, പഴയ കാവൽഭടൻ പ്രപ്സുഗൻ ഗിൽ, മുഹമ്മദ് റാക്കിബ് തുടങ്ങി കൊൽക്കത്തൻ നിരയിൽ പരിചിത മുഖങ്ങൾ ഏറെയുണ്ട്. ഈസ്റ്റ് ബംഗാളിന്റെയും തുടക്കം തോൽവിയോടെയായിരുന്നു. ആദ്യ മത്സരത്തിൽ കൊൽക്കത്തൻ ക്ലബ്ബ് തോറ്റത് എതിരില്ലാത്ത 1 ഗോളിന് ബംഗളൂരു FC-ക്കെതിരെ. നേർക്കുനേർ പോരാട്ടങ്ങളിൽ നേരിയ മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാൾ ജേതാക്കളായത് 2 എണ്ണത്തിൽ. 3 കളികൾ സമനിലയിലായി. സ്പോർട്സ് ഡെസ്ക് 24. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. 1-നെതിരെ 4 ഗോളിന് എസ്പാനിയോളിനെ തോൽപ്പിച്ചു. കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ഡാനി കാർവഹൽ എന്നിവരാണ് ഗോൾ നേടിയത്. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്കും നിലവിലെ ചാമ്പ്യന്മാരായ റയൽ ഉയർന്നു. പോയിന്റ് പട്ടികയിലെ ലീഡ് ഉയർത്താൻ ബാഴ്സലോണ ഇന്നിറങ്ങുന്നുണ്ട്. രാത്രി 10-ന് നടക്കുന്ന മത്സരത്തിൽ വിയാറയലാണ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ വമ്പൻ പോരാട്ടം. രാത്രി 9-ന് സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 4 മത്സരങ്ങളും ജയിച്ച സിറ്റിക്ക് 12-ഉം 3 ജയവും 1 സമനിലയുമായ ആഴ്സണലിന് 10 പോയിന്റുമാണുള്ളത്. അവസാന 9 മത്സരങ്ങളിൽ സ്വന്തം മൈതാനത്ത് ആഴ്സണലിനോട് തോറ്റിട്ടില്ലെന്ന റെക്കോർഡും സിറ്റിക്ക് കരുത്താകും. ISLൽ അരങ്ങേറ്റത്തിൽ തന്നെ ഗോൾ നേടാനായതിൽ സന്തോഷമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ജെസ്യൂസ് ഹിമനസ്. ആരാധക പെരുമ കണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നതെന്നും അവർക്കായി ഗോളുകൾ നേടുമെന്നും ജെസ്യൂസ് 24-നോട് പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ ജെസ്യൂസ് ഹിമനസ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ഗോളുമായി വരവറിയിച്ചിരിക്കുകയാണ് ജെസ്യൂസ്, you have made your ISL debut with a goal. Debut goal, yeah, it was nice to start the debut, of course, but it was a disappointing result, but yeah, of course, always make a score for the team, for the fans, is good thing. You are first time in India. What prompted you to join in Kerala Blasters? Yeah, first time in India, but it's
it's good because I have a lot of fans, so Kerala Blaster has a lot of fans behind us. Is one of the things why I'm here to play for the fans, to try to make happiness. Yeah, very happy to join here. Next match against East Bengal, one of the popular team in India. Are you ready for next match? Yeah, always ready. We are ready for the next match. We are working to get the 3 points. We are so excited for the next game. What is the instruction that given by Coach Mikael Stare for next match? Yeah, well, of course, always have to improve things. Also, when you lose or you win, you have things to improve. You have experience in MLS and lots of other leagues. How do you rate Indian football and ISL? Yeah, different. Always the different country, different leagues are different. Also in India, yes, I try to adapt how is the football here. But in the end, football is for in everywhere. All the best for the next match. Thank you so much. Thank you. ജെസ്യൂസ് എമിനസ് ആണ് ഇപ്പോൾ 24-നൊപ്പം സംസാരിച്ചത്. ആദ്യ മത്സരത്തിൽ ഗോൾ നേടാനായി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ തോൽവിയായിരുന്നു. പക്ഷേ അടുത്ത മത്സരത്തിൽ ഉറപ്പായും ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് ജെസ്യൂസ് പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവിനൊപ്പം അനിൽ വാസുദേവ്, 24. ഓരോ മനുഷ്യന്റെയും ജീവിതം വേറിട്ട കഥകളാണ്. അതിൽ ചിലത് നമുക്ക് പ്രചോദനമാകും. ബംഗളൂരുവിൽ കഴിഞ്ഞ 16 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു 75-കാരന്റെ ജീവിതകഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എമ്മഡ് പഠനം പൂർത്തിയാക്കി മുംബൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ 23 വർഷം ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്ത ബംഗളൂരു സ്വദേശി പട്ടാഭിരാമനാണിത്. 2008 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പട്ടാഭിരാമൻ കണ്ടെത്തിയ ഉത്തരമാണ് ഈ 3 ചക്ര വണ്ടി. I tried to find a suitable job for my sake after retirement, but I could not find a proper option. It was a great disappointment for me. Then I started doing with this. I selected the same job. പ്രായമായാലും മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ഉറച്ച നിലപാടുമുണ്ട് ഈ 75-കാരന്. To be own boss. Myself, I want to be a boss. Independently, I want to live. So that is why work is worship. And moreover, struggle for the existence. To live over here, we have to do something. So that is why I try to find a suitable job for my sake after retirement. Self-sufficient and self-independent and moreover self-boss. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ട ബംഗളൂരുവിലെ ഡിസൈനറായ നികിത അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ഇതിലൂടെയാണ് പട്ടാഭിരാമന്റെ ജീവിതകഥ പുറം ലോകമറിഞ്ഞത്. സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു. അലൂമിനിയം ഷീറ്റിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. എന്നാൽ കോഴിക്കോട് മാവൂർ മേച്ചേരിക്കുന്നിലെ കമലത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി അതാണ്. 73-ാം വയസ്സിൽ അലൂമിനിയം ഷീറ്റിനെ ക്യാൻവാസ് ആക്കുന്ന കമലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ചെറുപ്പം മുതൽ കമലം ചിത്രം വര ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. കൂത്തുപറമ്പ് സ്വദേശിനിയാണെങ്കിലും 8-ാം വയസ്സു മുതൽ മാവൂരിലാണ് താമസം. ജീവിക്കാൻ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന ഉറച്ച തീരുമാനമായിരുന്നു പിന്നീടുള്ള ജീവിതം. കുട്ടികൾക്ക് ട്യൂഷനെടുത്തും ക്ലാസുകളെടുത്തും ജീവിതം മുന്നോട്ട്. അതിനിടയിലുണ്ടായ ഒരു അപകടം. അതിനുശേഷം പഠിപ്പിക്കാൻ പോയെങ്കിലും അധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിനായി മാറ്റിവെച്ചു ജീവിതം. അലൂമിനിയം ഷീറ്റിൽ ചിത്രങ്ങൾ വരച്ചെടുക്കാൻ നല്ല ശ്രദ്ധ വേണം. ഒന്ന് പാളിയാൽ പുതിയ ഷീറ്റിൽ വീണ്ടും തുടങ്ങണം. ഇപ്പോൾ വീടിന്റെ സ്വീകരണമുറി നിറയെ ഇത്തരം ചിത്രങ്ങളാണ്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെറ്റൽ എംബോസിംഗ് ആണെങ്കിൽ ഒരു ചെറിയ പീസ് ഒരു 5 ദിവസമെങ്കിലും വരും. അത് പ്രിൻ്റിട്ട് പിന്നീട് അത് ടൂൾസ് പ്രസ്സിങ് കഴിഞ്ഞ എംബോസിങ് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് അങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. 5 ദിവസം വരും. പിന്നെ ഇത് ഈ ബിഗ് പിക്ചറില്ല, അതിന് ശരിക്കും ഒരു മാസമെങ്കിലും വരുന്നുണ്ട് തീർക്കാൻ.
അതിലേക്ക് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിലേ നമുക്കപ്പോൾ വേറെ ഒരു ചിന്തയും വരില്ല. നമുക്കത് അതൊരു യാത്രയാണ്, മഹായാത്രയാണ് എൻ്റെത്. ആവശ്യമായ പെയിന്റ് കിട്ടാനില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്. സഹോദരിയുടെ മകനാണ് ഈ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് നൽകുന്നത്. ഇനി ഒരു പ്രദർശനം നടത്തണമെന്ന ആഗ്രഹം കൂടി ഇവർക്കുണ്ട്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ബംഗാൾ PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി രാജിവെച്ചു. രാജി ഹൈക്കമാൻഡ് അംഗീകരിച്ചു. സുഭാങ്കർ സർക്കാർ ബംഗാൾ PCCയുടെ പുതിയ അധ്യക്ഷൻ. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ തന്നെ വാക്കാൽ തന്റെ രാജി അധീർ രഞ്ജൻ ചൌധരി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തെ നീക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ആയിരുന്നു രാജി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയായിരുന്നു. ഹൈക്കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ ഈ PCC സ്ഥാനത്ത് നിന്ന് അധീർ രഞ്ജൻ ചൌധരിയെ മാറ്റുകയോ പകരം പുതിയ ആളെ പ്രഖ്യാപിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഹൈക്കമാൻഡ് ഒടുവിൽ അധീർ രഞ്ജൻ ചൌധരിയുടെ രാജി അംഗീകരിച്ചിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ സുഭാങ്കർ സർക്കാർ ബംഗാൾ PCCയുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചുകൊണ്ട് ഉത്തരവും ഇറക്കിയിരിക്കുന്നു. നിലവിൽ AICC സെക്രട്ടറിയാണ് സുഭാങ്കർ സർക്കാർ. തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിനൊപ്പം തന്നെ ബംഗാളിൽ ഇന്ത്യ സഖ്യം തകരാൻ ഉണ്ടായ സാഹചര്യം അധീർ രഞ്ജൻ ചൌധരിയുടെ പരാമർശങ്ങളാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് അധീറും അസ്വസ്ഥനായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായി പ്രവർത്തിച്ച ആളാണ് അധീർ രഞ്ജൻ ചൌധരി. തുടർച്ചയായി അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ മമതാ ബാനർജിക്ക് അസംതൃപ്തി ഉണ്ടാക്കിയെന്നും സഖ്യം തകരാൻ ഇടയാക്കിയെന്നുമാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ മറ്റന്നാൾ വൈകിട്ട് വരെ തടസ്സപ്പെടും. പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനാലാണ് തടസ്സമെന്ന് ഗൾഫിലെ വിവിധ ഇന്ത്യൻ എംബസികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിങ്കൾ രാവിലെ 4 വരെയാണ് സേവനങ്ങൾ മുടങ്ങുക. ഈ കാലയളവിൽ എംബസിയിലും ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിലും തൽക്കാൽ PCC ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകില്ല. കോൺസുലാർ വിസ സേവനങ്ങൾ BLS സെന്ററുകളിൽ ലഭ്യമാകുമെന്ന് എംബസികൾ വ്യക്തമാക്കി. ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ച യുവാവ് പോലീസ് പിടിയിൽ. വാഹനവും പോലീസ് കെട്ടി. പോലീസിന്റെ പതിവ് പട്രോളിംഗിനിടെയാണ് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും വേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോവുകയായിരുന്നെന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് മുഹായർ അൽ മസൂറി അറിയിച്ചു. കൂടുതൽ പോലീസ് എത്തി വഴി തടഞ്ഞാണ് ഡ്രൈവറെയും ഒപ്പം കാറും കസ്റ്റഡിയിലെടുത്തത്. പ്രവർത്തനം തുടങ്ങി 10 വർഷമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇടുക്കി മെഡിക്കൽ കോളേജ്. വൈദ്യുതി സബ്സ്റ്റേഷനും ആവശ്യത്തിന് ജീവനക്കാരുമില്ലാത്തതിനാൽ പല വിഭാഗങ്ങളുടെയും പ്രവർത്തനം നിലച്ചു. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലെ റോഡ് പുനരുദ്ധരിക്കാൻ 18 കോടിയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. 11 kV വൈദ്യുതി സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. CT സ്കാൻ മിഷൻ പോലും പണിമുടക്കുകയാണ്. ഇതോടെ പരിശോധനകളും മുടങ്ങുന്നു. മെഡിക്കൽ കോളേജിനായി പണിത പുതിയ ബ്ലോക്കിന് ഇതുവരെ അഗ്നിശമന സേനയുടെ NOC പോലും കിട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ജീവനക്കാർ തമ്മിൽ ഏകോപനവുമില്ല. 11 kV ഇലക്ട്രിക് സബ്സ്റ്റേഷൻ KSEBയുടെ സബ്സ്റ്റേഷൻ സ്ഥാപിച്ചാൽ മാത്രമേ ലിഫ്റ്റുകൾ, തിയേറ്റർ കോംപ്ലക്സ്, എല്ലാ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊന്ന് തുടങ്ങണമെങ്കിൽ തന്നെ ലിഫ്റ്റുകളും തിയേറ്റർ കോംപ്ലക്സും അത്യാവശ്യമാണ്. ഇത് തുടങ്ങണമെങ്കിൽ ഫയറിന്റെ NOC വേണം. MD കഴിഞ്ഞ ആളുകളെ നിർബന്ധിത സേവനത്തിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വിഭാഗം നിയമിക്കുമെങ്കിലും ഇടുക്കിയിലേക്ക് എത്താതെ തന്നെ ഇവർ സ്ഥലമാറ്റം വാങ്ങി പോവുകയാണ് പതിവ്. MRI സ്കാൻ, കാർഡിയോളജി, നെഫ്രോളജി തുടങ്ങിയ വിഭാഗങ്ങൾ ഉടനെ ആരംഭിക്കണമെന്നാണ് ആവശ്യം. അതേസമയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരത്തിലൂടെ ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. ലാബുകൾ, ലെക്ചർ ഹാൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്നിവ തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, ഈ ശിരൂർ ദൗത്യം എപ്പോൾ പുനരാരംഭിക്കും? വിവരങ്ങൾ.
ക്രിസ്റ്റീന 8 മണിയോടെയായിരിക്കും ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുക. പ്രധാനമായും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തെരച്ചിലായിരിക്കും നടക്കുക. നേരത്തെ തന്നെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. അവിടെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇന്നലെ പൂർണ്ണതോതിൽ അത്തരത്തിലുള്ള തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ഗംഗാവലി പുഴയുടെ ഓരത്താണുള്ളത്. വളരെ ശാന്തമായി ഒഴുകുന്ന ഗംഗാവലി പുഴയെ നമുക്ക് കാണാം. നിലവിൽ രാവിലെ വേലിയേറ്റ സമയമായിരിക്കും. അപ്പോൾ വേലിയേറ്റ സമയത്തുള്ള ഒരു പ്രതിസന്ധി എന്നുള്ളത് ജലനിരപ്പ് ഉയർന്ന ഘട്ടത്തിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അടിത്തട്ടിൽ, അതായത് അടിത്തട്ടിലുള്ള മണ്ണ്, ആഴത്തിലുള്ള മണ്ണ് എടുക്കുന്നതിന് വേണ്ടി പ്രായോഗികമായിട്ടുള്ള തടസ്സം ഇന്നലെ ഉൾപ്പെടെ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വേലി ഇറക്ക സമയം 8 മണിയോടെ ഷിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിക്കും. വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന്. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.